ഇറാൻ യുദ്ധത്തിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥനയുമായി ലുലു ഗ്രൂപ്പ് ചെയർമാനും അബുദാബി ചേംബർ ഡയറക്ടറുമായ എം.എ. യൂസഫ് അലി. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കെട്ടിച്ചമച്ച കഥകൾ പ്രചരിപ്പിക്കരുത്, പ്രവാസി കുടുംബങ്ങളിൽ ഭീതി പരത്തരുത് എന്ന് യൂസഫ് അലിയുടെ അഭ്യർത്ഥന. വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി നാട്ടിലുള്ളവരെ ഭയപ്പെടുത്താതിരിക്കുക. അങ്ങനെയൊന്നും ഗൾഫിലില്ല. മലയാള മാധ്യമങ്ങൾ വളരെ ആക്രമണാത്മകമാണ് എന്ന അഭിപ്രായങ്ങൾ ഉയർന്നു. എന്തുകൊണ്ട് അവർ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കുന്നു? ആവശ്യമില്ലാത്ത ഗോസിപ്പുകൾ, അഭ്യൂഹങ്ങൾ, AI സൃഷ്ടികൾ പ്രചരിപ്പിക്കുകയാണ്. GCC നമുക്ക് അന്നം തരുന്ന രാജ്യമാണ്. ഈ രാജ്യങ്ങൾക്ക് ഒന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ വീഡിയോ സന്ദേശത്തിലേക്ക്. ഇല്ലാത്ത കാര്യമുണ്ടാക്കി നമ്മുടെ നാട്ടിലുള്ള അമ്മമാർ, അച്ഛന്മാർ, പെങ്ങന്മാർ, അല്ലെങ്കിൽ ഭാര്യമാർ, അല്ലെങ്കിൽ കുട്ടികൾ, അവരൊക്കെ പാനിക്കാക്കാണ്ടിരിക്കുക. അങ്ങനെ ഒന്നും ഈ ഗൾഫിലില്ല. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ആവശ്യമില്ലാത്ത AI സൃഷ്ടി, റൂമേഴ്സ് ഇവിടെ ഇങ്ങനെ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. എന്നോട് ഒരുപാട് ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും പല മീഡിയ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, GCC രാജ്യമെന്ന് പറയുന്നത് നമ്മൾക്ക് അന്നം തരുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും പ്രാർത്ഥിക്കണം. ഏകനായ സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തിലേക്കാണ് പ്രാർത്ഥന നമ്മളുടെ കടമയാണ്. ഈ രാജ്യങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി. പിന്നൊരു കാര്യം, ഈ രാജ്യത്തിന് എന്ത് സംഭവിച്ചാലും അതിനെ പ്രതിരോധിക്കേണ്ട കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവും ബുദ്ധിയും സമ്പത്തുമുള്ള GCCയിലെ ഭരണാധികാരികളാണ്, ഗവൺമെൻറ്റാണ്. അത് അതിൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും അവരത് നിർവഹിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഭരണാധികാരികളും രാജാക്കന്മാരും ഷേഖുമാരും പ്രസിഡൻറ്റുമാരും എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നാട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഓരോ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഒരു ബന്ധു ഗൾഫിലില്ലാണ്ടിരിക്കില്ല. അവരൊക്കെ വളരെയധികം വറീഡാണ്. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ആവശ്യമില്ലാത്ത AI സൃഷ്ടി, റൂമേഴ്സ് ഇവിടെ ഇങ്ങനെ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. പ്രത്യേകിച്ച് മലയാളം മീഡിയ വളരെ അഗ്രസീവാണെന്നിപ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങൾ ഒരു മീറ്റിങ്ങിൽ വെച്ചൊരു ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറയുന്നു, വൈ ഓൺലി മലയാളം മീഡിയ ഈസ് അഗ്രസീവ്. ഞാൻ പറഞ്ഞു, യുവർ എക്സലൻസി, ഫ്രം ഈച്ച് ഹൗസ് there will be 1 or 2 people working in Gulf. That's why they want to know what happening. അപ്പോൾ സത്യസന്ധമായി ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുക. ഇവിടുത്തെ ഗവൺമെൻറ്, ഈ GCCയിലെ ഗവൺമെൻറ് വളരെ ശക്തമായി അത് നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് നാൾ നീണ്ടുപോയാൽ ഭക്ഷണം സാധനം എന്തായിരിക്കും, അതിനെപ്പറ്റിയൊന്നും ആരും വറി ചെയ്യണ്ട. അതിനൊക്കെ ഇവിടുത്തെ ഭരണാധികാരികൾ അതിൻ്റേതായ എല്ലാ പ്രിക്കോഷനും എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനി ലുലു അഷ്വർ ചെയ്യുന്നു, അങ്ങനെ ഒരു ഷോർട്ടേജ് ഒന്നിനും ഉണ്ടാവില്ല. ഈ പരിശുദ്ധ റമദാനാണ്, മീറ്റിനൊരു ഷോർട്ടേജ് ഇല്ല, വെജിറ്റബിൾസിന് ഷോർട്ടേജ് ഇല്ല, മറ്റൊരു ഫുഡ് സ്റ്റെപ്പുകൾക്കും ഒരു ഷോർട്ടേജ് ഈ GCCയിലില്ല. എല്ലാ ബിസിനസ്സുകാരുടെയും ഇതേ രീതിയാണ് അവർ നമ്മളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഒരുപാട് ആവശ്യമില്ലാത്ത ന്യൂസുകൾ വാട്സപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള മീഡിയകളിലൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് അത് പിടിക്കപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്തതിനെ തൊട്ട് ആ മീഡിയ തന്നെ അവർ ബാൻ ചെയ്യും. ബിക്കോസ് ദേ ആർ വെരി സ്ട്രോങ്. അതാണ് ഇപ്പോൾ അവരതിന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഞാൻ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ സന്തോഷകരമായി ഇനിയും ഈ രാജ്യത്ത് നിന്ന് നമ്മുടെ അന്നം കച്ചവടം ചെയ്താലും ജോലി ചെയ്താലും ആയതുകൊണ്ട് ദയവ് ചെയ്ത് ഗവൺമെൻറ് മീഡിയകളിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകൾ മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് ശേഷം വരുന്ന കോൺസിക്വൻസസ് നിങ്ങൾ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. നമ്മളൊരു
ഒരു ബുദ്ധിമുട്ടിൻ്റെ നിഴലിലാണ്. ദൈവം നമ്മളെ രക്ഷിക്കട്ടെ. അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയുള്ള ഭരണാധികാരികൾ, ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരികൾ, കാരുണ്യവാന്മാരായ ഭരണാധികാരികൾ ഈ രാജ്യത്തുള്ളവരെയും പുറത്തു നിന്ന് വന്നവരെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്ന ഭരണാധികാരികളാണ്. നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ദൈവം അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഇനിയും ഈ രാജ്യത്ത് നിന്ന് നമുക്ക് അന്നം നാട്ടിലേക്ക് കിട്ടുന്ന കാശ് അയച്ച് നിങ്ങൾക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള സൗകര്യം ദൈവം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.